കുറേ പേര് എന്നോട് ജിമ്മിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഫാറ്റ് ഉണ്ട്, എനിക്കിപ്പോൾ ഇവിടെ ഫാറ്റ് കൂടുതലാണ്, എനിക്ക് ഇവിടെ മാത്രം ഫാറ്റ് കുറയ്ക്കാനുള്ള വർക്കൗട്ട് പറയണം, ബാക്കിയുള്ള എല്ലാം എനിക്ക് കുഴപ്പമില്ല. ചിലവർ പറയാം എൻ്റെ കൈയുടെ ഇവിടെ എനിക്ക് ഫാറ്റ് കുറേ ഉണ്ട്, അത് കളയാൻ വല്ല മാർഗമുണ്ടോ? ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ ജിമ്മിൽ പോകുന്നതാണെങ്കിലും അല്ലാണ്ടുള്ള കമൻസിലാണെങ്കിലും കുറേ പേര് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ പറയുവാണെങ്കിൽ അത് സ്പോട്ടാണ്, ഓരോ സ്ഥലത്തെ സ്പോട്ടാണ്. സ്പോട്ട് റിഡക്ഷൻ നമ്മുടെ ബോഡിയിൽ ഇമ്പോസിബിളാണ്. സ്പോട്ട് റിഡക്ഷൻ നമ്മുടെ ബോഡിയിൽ ഈ ഫാറ്റ് നമ്മുടെ പല സ്ഥലങ്ങളിൽ ഓരോ സ്പോട്ടിലും മാത്രമായിട്ട് കുറയ്ക്കാൻ ഇമ്പോസിബിളാണ്. പോസിബിളാണ് ചിലപ്പോൾ ചില സർജറി വഴി, അല്ലാണ്ട് വർക്കൗട്ടും ഡയറ്റും വഴി നമുക്ക് ഫാറ്റ് ആ ഒരു സ്പെസിഫിക് റീജിയനിൽ മാത്രം നമുക്ക് ഫാറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല. അതൊരു മിത്താണ്. ചിലവർ പറയും ഞാൻ കുറേ വർക്കൗട്ട് ചെയ്തിട്ടും എൻ്റെ ആപ്സിൽ ഈ ഒരു ഭാഗത്തെ ഫാറ്റ് പോകുന്നില്ലെന്നൊക്കെ. അത് പോകത്തില്ല. സത്യത്തിൽ നിങ്ങളിപ്പോൾ 1000 ക്രഞ്ചസ് ഡെയിലി അടിച്ചാൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ ആപ്സ് ഭാഗം തെളിയണമെന്ന് ഒരു നിർബന്ധമില്ല, ഇവിടുത്തെ ഫാറ്റ് പോകണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ബോഡിയിൽ ഓവറോൾ ഫാറ്റ് ഉണ്ടല്ലോ, ആ ഓവറോൾ ഫാറ്റ് പെർസെൻറ്റേജ് ഡിക്രീസ് ആവത്തുള്ളൂ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും ഡയറ്റ് കൺട്രോൾ ചെയ്യുമ്പോഴും. അങ്ങനെ മൊത്തത്തിൽ കുറയുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ മസിൽസ് ആപ്സ് ഒക്കെ തെളിഞ്ഞു വരുന്നത്. അല്ലാണ്ട് ഇവിടെ മാത്രം നമ്മുടെ ആപ്സിന് മാത്രം നമ്മൾ വർക്കൗട്ട് ചെയ്താൽ അവിടെ ആപ്സ് തെളിയണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ആ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് മൊത്തമാണ് ആ ഒരു ഈ കലോറി കുറയുന്നത്. ബോഡിയിൽ കലോറി ഇൻടേക്ക് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാകും. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കലോറി ബേസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്, നമ്മൾ കലോറി ബേൺ ചെയ്യുക ചെയ്യുന്നത്. അപ്പം അത് ബോഡി ഫുള്ളാണ് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മസിൽസ്, നമ്മുടെ ആപ്സിൽ ആ ഒരു മസിൽസ് സ്ട്രോങ്ങർ ആകും. പക്ഷെ എന്ന് വെച്ച് നമുക്ക് അവിടെ ആപ്സ് നമുക്ക് വിസിബിൾ ആണ്, നമുക്ക് കണ്ണിൽ വിസിബിൾ ആണെന്നൊന്നും ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾ 1000 ക്രഞ്ചസ് ഒക്കെ ഡെയിലി അടിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലെ ഫാറ്റ് കുറയാം, നിങ്ങളുടെ ആംസിലെ ഫാറ്റ് കുറയാം, ചിലപ്പോൾ വയറിലെ ഫാറ്റ് കുറച്ച് കുറയാം. എന്ന് വെച്ച് വയറിലെ ഫാറ്റ് മാത്രം കുറയണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് പോകുന്നത്, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും ഡയറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ ഫാറ്റ് പോകുന്നത് ജനറ്റിക്കലി ഡിപ്പെൻഡ് ആണ്. ചില ആളുകൾക്ക് ആദ്യം വർക്കൗട്ട് ചെയ്യുമ്പോൾ അവരുടെ ഫേസിൽ നിന്നായിരിക്കും ആദ്യം ഫാറ്റ് പോകുന്നത്. ചില ആളുകൾക്ക് ചിലപ്പം ഇവിടുത്തെ സൈഡിൽ നിന്നൊക്കെ ആയിരിക്കും ആദ്യം ഫാറ്റ് പോകുന്നത്, ബാക്കിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ ആയിരിക്കും ആദ്യം ഫാറ്റ് പോകുന്നത്. ചില ആളുകൾക്ക് ലെഗിൽ നിന്നായിരിക്കും ആദ്യം ഫാറ്റ് പോകുന്നത്. അപ്പം ഓരോരുത്തരുടെ ജനറ്റിക്സ് ഡിപ്പെൻഡ് ആണ്. പക്ഷെ ഒരു 80% ആളുകൾ കാണുന്ന കാര്യം ഇത് ചിലപ്പോൾ നിങ്ങൾക്കും കാണപ്പെടാം. നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നന്നായിട്ട് ഡയറ്റൊക്കെ നോക്കും, പക്ഷെ എങ്ങനെ പോയാലും ഇവിടെ ഒരു വയറിൻ്റെ ഭാഗത്തായിട്ട് താഴെ ഒരു ആപ്സ് ഒക്കെ ചിലപ്പോൾ 4 പാക്ക് 2 പാക്ക് ഒക്കെ തെളിയും നന്നായിട്ട്. പക്ഷെ താഴെ മാത്രം ചെറിയ ഫാറ്റ് നിൽക്കും. അത് നിങ്ങൾ എത്ര വർക്കൗട്ട് ചെയ്യാലും പോകത്തുമില്ല. അത് കുറയ്ക്കണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വീണ്ടും നന്നായിട്ട് ഫാറ്റ് കട്ട് ചെയ്യാൻ നോക്കണം, വീണ്ടും കൂടുതൽ ഡയറ്റ് നോക്കണം, വീണ്ടും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഓവറോൾ നിങ്ങളുടെ മാസം വെയിറ്റ് ഒക്കെ നന്നായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോഴേ അവിടുത്തെ ഫാറ്റ് പോകത്തുള്ളൂ. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നിങ്ങളിൽ പലരും ഫേസ് ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ ബോഡിയിലെ ഫാറ്റ് കുറയുന്നതിൽ ജനറ്റിക്സിനും ഒരു നല്ലൊരു പങ്കുണ്ട്. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കണക്റ്റിക്കട്ടും പിന്നെ അമേരിക്കൻ കൗൺസിൽ ഓഫ് എക്സസൈസും ചേർന്ന് കുറേ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് ഇതിനെപ്പറ്റി. അവർ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം ട്രൈസെപ്സിന് മാത്രം വർക്കൗട്ട് ചെയ്യിപ്പിച്ച് ട്രൈസെപ്സിൻ്റെ അവിടുത്തെ ഫാറ്റ് പോകാമെന്നവർ നോക്കി. പക്ഷേ അവർ കണ്ടെത്തിയെന്ന് വെച്ചാൽ ട്രൈസെപ്സിൻ്റെ അവിടുത്തെ ഫാറ്റ് മസിൽസിൻ്റെ മേളിൽ മസിൽസ് ഡെവലപ്പായി. അപ്പം കാണുമ്പോൾ ഷേപ്പൊക്കെ വരും, ട്രൈസെപ്സിൻ്റെ ഷേപ്പും എല്ലാം വരും. പക്ഷെ അതിൻ്റെ മേളിൽ ഫാറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫാറ്റ് അവർക്ക് കളയാൻ പറ്റിയിട്ടില്ല. അപ്പം ആളുകളുടെ കൈയൊക്കെ ഭയങ്കര വലുതായിട്ടിരിക്കും മസിൽസ് കാണാം, പക്ഷെ അതേപോലെ തന്നെ ഫാറ്റ് ഉണ്ട്. അപ്പോൾ ഫാറ്റ് ബേൺ ചെയ്തെങ്കിൽ അവരുടെ സ്റ്റഡീസിന് കണ്ടെത്തിയെന്ന് വെച്ചാൽ നമ്മൾ ഫാറ്റ് ബേൺ ചെയ്തെങ്കിൽ നമ്മുടെ കലോറി നോക്കണം, നമ്മൾ കഴിക്കുന്ന ഫുഡ് നോക്കണം. പിന്നെ അതുമാത്രമല്ല നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം, പിന്നെ നല്ല റെസ്റ്റ് കിട്ടണം, നമ്മുടെ കറക്റ്റ് വൈറ്റമിൻസ് ഒക്കെ നമുക്ക് ബോഡി നല്ല കറക്റ്റായിട്ട് വേണം. അതേപോലെ തന്നെ ഒരു കൂട്ടം ആളുകളെ ഒരു ലെഗിൽ മാത്രം വർക്കൗട്ട് ചെയ്യിപ്പിച്ച് നോക്കി. ഒരു നല്ല അത്യാവശ്യം ഫാറ്റുള്ള ആളുകൾ, അത്യാവശ്യം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ഒരു ലെഗിൽ മാത്രം വർക്കൗട്ട് ചെയ്യിപ്പിച്ച് നോക്കി. പക്ഷെ ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചതെന്ന് വെച്ചാൽ 2 ലെഗിലും ഫാറ്റ് കുറഞ്ഞു ഒരേപോലെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ലെഗിൽ മാത്രം വർക്കൗട്ട് ചെയ്തിട്ട് മറ്റേ ലെഗിൽ ഫാറ്റ് നന്നായിട്ട്, മറ്റേ ലെഗിലും ഈ ലെഗിലും ഫാറ്റ് നന്നായിട്ട് കുറഞ്ഞത്? അപ്പം അതിൽ നിന്ന് തന്നെ പ്രൂവ്ഡ് ആണ് നമുക്ക് സ്പോട്ട് റിഡക്ഷൻ ഇമ്പോസിബിൾ ആണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ മൊത്തത്തിലാണ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ബേൺ ആകുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം എക്സസൈസ് ചെയ്യുമ്പോൾ മസിൽസ് ആണ് ബിൽഡ് ആകുന്നത്, ഫാറ്റ് പോകുന്നില്ല. അവിടെ നമ്മുടെ മസിൽസിൻ്റെ മുകളിൽ ഫാറ്റ് എപ്പോഴും തന്നെ ഉണ്ടാവും. മസിൽസ് നമുക്കിങ്ങനെ ടോൺഡായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡയറ്റാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. നമ്മുടെ കലോറി ഇൻടേക്ക് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മളൊരു കലോറി ഡെഫിസിറ്റിൽ പോയാലേ നമുക്കൊരു അത്യാവശ്യം ടോൺഡായിട്ട് നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് വിസിബിൾ ആകത്തുള്ളൂ. പിന്നെ കൺക്ലൂഷൻ ആയിട്ട് ഒരു നട്ട്ഷെല്ലി പറയുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യുന്നെങ്കിൽ നമ്മൾ എക്സസൈസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. എക്സസൈസ് ചെയ്യണം, എക്സസൈസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ
നമ്മുടെ കലോറി ഇൻടേക്ക്. നമുക്ക് ഫാറ്റ് കുറയണമെങ്കിൽ നമ്മൾ കലോറി ഡെഫിസിറ്റിൽ പോകണം. ഇപ്പം മെയിൻ്റെനൻസ് കലോറി സർപ്ലസ് എന്താണെന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ കുറേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വെയിറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, അതാണ് നിങ്ങളുടെ മെയിൻ്റെനൻസ് കലോറി സർപ്ലസിൽ നിങ്ങൾ ഫുഡ് കഴിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ലെവലിൽ ഫുഡ് കഴിച്ചാൽ നിങ്ങളുടെ വെയിറ്റ് കൂടും. ഇപ്പം കഴിക്കുന്ന ലെവലുണ്ടല്ലോ നിങ്ങൾ കഴിക്കുന്നത്, അതിൽ കുറവ് നിങ്ങൾ ഡെയിലി കഴിക്കാൻ നോക്കിയാൽ നിങ്ങളുടെ വെയിറ്റ് കുറയാം. അപ്പോൾ ഒരു കലോറി ഡെഫിസിറ്റിലും നന്നായിട്ട് എക്സസൈസും ചെയ്തു പോയാൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റിയും പിന്നെ നിങ്ങളുടെ ദേഹത്തുള്ള വൈറ്റമിൻസിൻ്റെ ഒക്കെ ഒരു ലെവലും ഇതെല്ലാം നല്ല അടിപൊളിയാക്കി വെക്കണം. പിന്നെ നിങ്ങൾ നല്ല പേഷ്യൻറ്റും നല്ല കൺസിസ്റ്റൻറ്റും ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു ഫാറ്റ് ബേൺ എന്ന പ്രോസസ്സിൽ. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ബോഡിയിൽ സ്പോട്ട് റിഡക്ഷൻ ഫാറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മാത്രം കളയാൻ പറ്റത്തില്ല. അപ്പം ഇത്രയുള്ള എനിക്ക് ഈ വീഡിയോയിൽ പറയാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ്.